2 ദിവസം കൂടി ഇനി പോളിങ്ങിന് കൊട്ടിക്കലാശത്തിനുള്ളൂ. എന്താണ് ഒരു പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ? നല്ല പ്രതീക്ഷയല്ലേ? ഞങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾ ഈ മണ്ഡലം മുഴുവൻ സഞ്ചരിക്കുന്നവരല്ലേ, നിങ്ങൾക്കെന്ത് തോന്നുന്നു? ഇടതുപക്ഷം ജയിക്കുമെന്നല്ലേ? അതുതന്നെയാണ് പൊതുനില. ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു കാലാവസ്ഥയാണ് കാണുന്നത്. ഇടതുപക്ഷത്തിന് അനുകൂലമായ നല്ല കാറ്റ് ആഞ്ഞു വീശുകയാണ്. അന്തരീക്ഷമെല്ലാം ഈ മഴയും അതുപോലെ മൂടിക്കെട്ടി കിടക്കുകയാണെങ്കിലും ഇവിടുത്തെ കാലാവസ്ഥ ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. കഴിഞ്ഞ ദിവസം ഒരു പെട്ടി വിവാദവും വാഹന പരിശോധനയും ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ ഭാഗമായി നടന്നു. അതിലൊക്കെ എങ്ങനെയാണ്? അതാണ് ഈ UDFൻ്റെ ഒരു അവസ്ഥ. ഒരു പെട്ടി വിവാദം പാലക്കാട് ഉണ്ടാക്കിയവരാണ്. സാധാരണഗതിയിൽ ഏത് തെരഞ്ഞെടുപ്പ് വരുമ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർദ്ദേശത്തിൻ്റെ ഭാഗമായി ഈ പോലീസ് പരിശോധനയുണ്ടാകും. സ്ഫോടക വസ്തുക്കൾ വരുന്നുണ്ടോ, തെരഞ്ഞെടുപ്പ് അലങ്കോലമാക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ, ഇതിൻ്റെയൊക്കെ ഭാഗമായി വാഹനങ്ങളും വാഹനത്തിൽ വരുന്നവരും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പരിശോധിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഇത് പുതിയ സംഭവമല്ല. അങ്ങനെ പരിശോധന നടത്താൻ പാടില്ലേ? എന്ത് തെറ്റായ നിലപാടാണ് സ്വീകരിച്ചത്? എന്ത് ബഹളമാണ് വെച്ചത്? ഇങ്ങനെ ഒരു കൂട്ടർ ഈ തെരഞ്ഞെടുപ്പിലൊക്കെ ജനങ്ങൾ മനസ്സിലാക്കില്ലേ അവരെക്കുറിച്ച്? അതാണ് UDF. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വിലയിരുത്താൻ പ്രാപ്തരായിട്ടുള്ള നിലമ്പൂരിലെ ജനത ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിവാദമായി ഉയർന്നു വന്നത് ജമാഅത്തെ ഇസ്ലാമി UDF പിന്തുണയും അതുപോലെ തന്നെ PDP ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ചൊക്കെയാണ്. അതൊക്കെ ഏതെങ്കിലും തരത്തിൽ ന്യൂനപക്ഷ വോട്ടുകളെയൊക്കെ സ്വാധീനിക്കുമോ? അതാണ് ഈ ജമാഅത്തെ ഇസ്ലാമി. അത് അന്തർദേശീയമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. ഇവിടെ മാത്രമല്ല, പല രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്ന, ഇൻ്റർനാഷണലായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അവർ ഇന്ത്യയിൽ വളരെ വെൽ ഓർഗനൈസ്ഡ് മൂവ്മെൻ്റാണ്. ആ ജമാഅത്തെ ഇസ്ലാമി അവരുടെ പ്രഖ്യാപിത നയം RSS ഹിന്ദു രാഷ്ട്രം കെട്ടിപ്പടുക്കലാണ്, ജമാഅത്തെ ഇസ്ലാമിയുടേത് മുസ്ലിം രാഷ്ട്രം കെട്ടിപ്പടുക്കലാണ്. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ നയം ചൂണ്ടിക്കാണിച്ചിട്ടാണ് RSS ഇന്ത്യയിൽ മതവികാരം ഉപയോഗിക്കുന്നത്, ഇളക്കിവിടുന്നത്. അത്തരം RSSനെ പോലെയുള്ള ശക്തികൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. അവരുമായിട്ടാണ് കോൺഗ്രസ് UDF ഐക്യമുണ്ടാക്കിയിരിക്കുന്നത്. എവിടത്തേക്കാണ് ഇവരുടെ പോക്ക്? എങ്ങോട്ടേക്കാണ് പോണത്? PDPയുടെ നേതാവ് മദനിയല്ലേ? ഇപ്പം അദ്ദേഹം രാഷ്ട്രീയ ചിത്രത്തിലുണ്ടോ? അദ്ദേഹത്തെ ബോംബെറിഞ്ഞ് കാല് വെട്ടി, ഒരു കാലുമില്ല, രോഗം പിടിച്ച് എത്ര കാലമായി അത്യാസന്ന നിലയിൽ ചികിത്സയിൽ കഴിയുന്നു? എത്ര കൊല്ലമായി ജയിലിൽ? അദ്ദേഹത്തിൻ്റെ പാർട്ടി തന്നെ കേരളത്തിലാകെയുണ്ടോ? ഇന്ത്യ പോട്ടെ, കേരളത്തിലുണ്ടോ എല്ലാ ഭാഗത്തും? അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ അന്നത്തെ പ്രസംഗങ്ങളും അതുപോലെ തന്നെ മതപരമായ അറിവുകളൊക്കെ പ്രകടിപ്പിച്ചപ്പോൾ അതിൽ വിശ്വാസം നേടി കുറേ ആളുകൾ അനുയായികളായിട്ടുണ്ട്. അവരെല്ലാം ഇന്ന് ഒരു സംഘടിത പാർട്ടിയായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന അവസ്ഥയിലാണ്. മദനി തന്നെ എത്രമാത്രം അവശനാണ്. എന്നിട്ട് ആ പാർട്ടിയെ ജമാഅത്തെ ഇസ്ലാമിയോടൊപ്പം താരതമ്യപ്പെടുത്തി ഈ ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടിയും UDFും ഉണ്ടാക്കിയിട്ടുള്ള ഐക്യത്തെ ന്യായീകരിക്കാൻ എങ്ങനെയാണ് കോൺഗ്രസ്സിന് UDFന് സാധിക്കുന്നത്? ഒരു തെറ്റായ നിലപാടാണ് അവർ സ്വീകരിച്ച് കാണുന്നത്. അതുകൊണ്ട് തെറ്റായ നിലപാട് സ്വീകരിച്ച് ഈ നാടിനെ നശിപ്പിക്കരുത്, മതവിദ്വേഷം ഉണ്ടാക്കരുത്, ഈ രാജ്യത്ത് സമാധാനമുണ്ടാകണം. പശ്ചിമേഷ്യയിലൊക്കെ ഇതാ ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരത, ഇന്ത്യയിൽ തന്നെ RSS സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ നാട്ടിൽ തന്നെ മതശത്രുത ഉണ്ടാക്കുകയാണ്. ഇതൊന്നും കടന്നു വരാത്ത ഒരു സംസ്ഥാനമാണ് കേരളം. അത് ഇടതുപക്ഷത്തിൻ്റെ ശക്തി കൊണ്ടാണ്. കേരളം ഇടതുപക്ഷത്തിൻ്റെ ഒരു നയങ്ങൾ, വലിയൊരു ഇടതുപക്ഷ വികാരം നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. കേരളീയർ ഒരു ഇടതുപക്ഷ മനസ്സുള്ളവരാണ്. അതുകൊണ്ടാണ് ഈ വർഗീയ ശക്തികളെ പ്രതിരോധിക്കാൻ കഴിയുന്നത്. ആ വർഗീയ ശക്തികളെ പ്രതിരോധിച്ച് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെയും സാഹോദര്യം കാത്തു സൂക്ഷിക്കാൻ, ഐക്യം ശക്തിപ്പെടുത്താൻ, ജീവത്യാഗം ചെയ്തു പോലും മതസാഹോദര്യം കാത്തു സൂക്ഷിക്കാൻ, ന്യൂനപക്ഷ സംരക്ഷണം, പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ, ജനങ്ങളുടെ പൊതു താല്പര്യം സംരക്ഷിക്കാൻ, തൊഴിലാളി കർഷകാദി ജനവിഭാഗങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയും മുന്നണിയുമാണ് CPMഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും. അതുകൊണ്ട് തന്നെ ആ മുന്നണിക്ക് അനുകൂലമായ വലിയ മാറ്റം മൂന്നാം ഇടതുപക്ഷ സർക്കാരിനുള്ള ഒരു തുടക്കമായി നിലമ്പൂർ മാറുമെന്ന്. ഇടതുപക്ഷം കേരളത്തിൽ ഇനിയും ശക്തിപ്പെടും, ഇനിയും കൂടുതൽ ശക്തി പ്രാപിക്കും.
വരാൻ വേണ്ടി പോകുന്ന തെരഞ്ഞെടുപ്പിൽ ആ ശക്തി കാണും. തീർച്ചയായും നിലമ്പൂരിലെ ജനത ഇടതുപക്ഷ മുന്നണിയെ കൂടുതൽ ശക്തിപ്പെടുത്തും. കേരള രാഷ്ട്രീയത്തെ ഇടതുപക്ഷത്തിന് അനുകൂലമാക്കി മാറ്റാൻ ഈ നിലമ്പൂരിലെ ജനതയ്ക്ക് സാധിക്കും. ആ ദൗത്യം അവർ നിർവഹിക്കും. അത്രയും നല്ല മനുഷ്യരാണ് ഇവിടെയുള്ളത്. അവർ ആ ദൗത്യം നിർവഹിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.